നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. നമ്മളോടൊപ്പം ഉള്ളത് ആദരണീയനായിട്ടുള്ള ഡോക്ടർ TPC ആണ്. ഇന്ന് നമ്മൾ അക്ഷരബ്രഹ്മ യോഗം ഭഗവത്ഗീതയിലെ 8-ാം അധ്യായം 11-ാം ശ്ലോകം മുതലാണ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു മുഖവുരയോടുകൂടി തുടങ്ങാം. സ്വാഗതം ഡോക്ടർ TPC. നമസ്കാരം ലക്ഷ്മിജി, സന്തോഷം. അക്ഷരബ്രഹ്മയോഗം ആദ്യത്തെ കുറെ ശ്ലോകങ്ങൾ കഴിഞ്ഞു. അക്ഷരം എന്ന വാക്കിൽ തന്നെ അക്ഷരമല്ലാത്തത് അത് ബ്രഹ്മയോഗം തന്നെയാണ്. പുതിയ അറിവുകൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടാവുമ്പോഴാണ്, അറിവ് പുതിയതാവുമ്പോഴാണ് അതിന് നാശമില്ലാതെ മാറുന്നത്. ബ്രഹ്മാവിന്റെ ഭാര്യയായിട്ട് കാണുന്നത് നമ്മൾ ആ പേരെന്ന് പറയുന്നത് ബ്രഹ്മാവും സരസ്വതിയും കൂടിയാണ്. അക്ഷരത്തിന്റെ ദേവിയായ, അറിവിന്റെ ദേവിയായ സരസ്വതിയെ എന്തുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ കൂടെ നിർത്തിയത് എന്ന് ചോദിച്ചാൽ, ബ്രഹ്മാവ് ക്രിയേറ്റിവിറ്റിയുടെ, പുതിയ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ അധിപനാണ്. അപ്പൊ അക്ഷര ബ്രഹ്മയോഗം, ബ്രഹ്മാവും സരസ്വതിയും കൂടി ചേരുന്ന ഒരു യോഗം. അതിൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ബ്രഹ്മം എന്താണ്, അധ്യാത്മം എന്താണ്, കർമ്മം എന്താണ്, അതിഭൂതം എന്താണ്, അതിദൈവം എന്താണ്, ഈ ചോദ്യങ്ങളുടെ, അർജുനന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന ഭഗവാനെയാണ് കണ്ടത്. അടുത്ത ഭാഗം ഭക്തിയോഗത്തിന്റെ പ്രാധാന്യമാണ്. ഭക്തിയോടുകൂടി ശ്രദ്ധിക്കുമ്പോഴാണ് ശ്രദ്ധ കൂടുക. ഇപ്പൊ ശ്രദ്ധ ഉണ്ടാകുമ്പോഴാണ് അറിവ് കൂടുക. ഇപ്പോ ഒരു 10-22 ശ്ലോകം വരെയൊക്കെ ഭക്തിക്കാണ് പ്രാധാന്യം. അത് കഴിഞ്ഞ് അവസാനം വരുന്നത് 2 തരത്തിലുള്ള മാർഗങ്ങളെക്കുറിച്ച്, ഉത്തരായണ ദക്ഷിണായണ മാർഗങ്ങളെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻസ് ആണ് വരിക. അതാണ് ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഓരോന്നായിട്ട് കാണാം. നമ്മൾ തുടങ്ങുന്നത് അക്ഷരബ്രഹ്മയോഗം ഭഗവത്ഗീത 8-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകമാണ്. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യഥയോ വീതരാഗാ യദിശ്ചന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. സംഗ്രഹേണ പ്രവക്ഷ്യേ എന്നാണ്. വേദവിത്തുക്കളാണ്. യത് അക്ഷരം, ഏതക്ഷരം. വേദവിദോ വിദന്തി, ഏത് തരത്തിലൊക്കെയാണ് നമ്മൾ ഓരോ അക്ഷരങ്ങളെയൊക്കെ നോക്കി കാണാൻ പറ്റുക. ആ വേദവിത്തുകളാണ്. ഏതിൽ നിന്നാണോ വേദം, ഏതറിവും വരുന്നത് അക്ഷരങ്ങളിൽ നിന്നാണ്. അതിന് നാശമില്ലാത്തതുമാണ്. ഏതിനെയാണോ നമ്മൾ വിവരിക്കുന്നത്, ഏതിനെയാണോ നമ്മൾ പഠിക്കുന്നത്, ഏതിലാണോ നമ്മൾക്ക് ആർത്തിയോടുകൂടി ഉള്ളിലേക്ക് പോകാൻ പറ്റും, ആസക്തിയോടുകൂടി പോകാൻ പറ്റും, എന്നിട്ട് പിന്നെ ഒരു കാലം വരില്ല ഓ മതിയായി എന്നൊരു തോന്നൽ ഉണ്ടാവില്ല. അങ്ങനെ അറിവിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുന്ന ഏത് മനുഷ്യനും, അത് പരിശ്രമശാലികളായിട്ട് വളരെ താല്പര്യത്തോടു കൂടി പോകുന്നവരായാലും, വളരെ സാത്വികമായിട്ട് കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് നോക്കി മനസ്സിലാക്കി പോകുന്നവരായാലും, ഒന്ന് ചാടി ഓടിപ്പോയി നോക്കിയിട്ട് തിരിച്ചു വരണം തോന്നുന്നവരായാലും, ഏത് തരത്തിലുള്ള ആൾക്കാരായാലും, അത് ബ്രഹ്മചാരികളായാലും, ബ്രഹ്മചര്യം മുതൽ സന്യാസം വരെയാണ് ജീവിതത്തിന്റെ ഓരോ പദങ്ങൾ. ആ പദങ്ങളിൽ സന്യാസ രൂപത്തിലേക്ക് എത്തുമ്പോഴായാലും, ബ്രഹ്മചാരികളുടെ രൂപത്തിലായാലും, ഏത് പദത്തിലും നമുക്ക് കൃത്യമായിട്ട് ഇതിനെ പറഞ്ഞു നോക്കി മനസ്സിലാക്കി കാണാൻ പറ്റുന്ന തരത്തിലുള്ള അറിവുകളാണ് ഈ യദക്ഷരം. ഏതക്ഷരങ്ങളാണോ വേദവിദോ വദന്തി, വേദങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ കാണാൻ പറ്റുന്ന തരത്തിലാണ്. പദം സംഗ്രഹേണ പ്രവക്ഷ്യതാണ്. എങ്ങനെയാണോ അതൊക്കെ സംഗ്രഹിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ബ്രഹ്മചര്യം ചരന്തി, ബ്രഹ്മചര്യത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാന കാലത്തെത്തുന്നത് വരെ, ആ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ അവസാനം സന്യാസത്തിൽ എത്തുന്നത് വരെ എന്നുള്ള അർത്ഥമുണ്ട്. അത് വീതരാഗ, നമ്മൾ ഒരു വിഷമവും രാഗവും ദ്വേഷവും ഒന്നും മനസ്സിലില്ലാതെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതാണ് അറിവ്. എപ്പോഴാണ് ഇത് സാധിക്കുക? നല്ലപോലെ ശ്രദ്ധയുണ്ടാവുമ്പോൾ, നല്ലപോലെ നമുക്ക് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളല്ലാതെ ധ്യാനത്തിലേക്ക് ചേരുമ്പോഴാണ് ഇതൊക്കെ സാധിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ 11-ാമത്തെ ശ്ലോകത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഫിലോസഫിക്കൽ
നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം. ഇനി അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞ് ഉള്ളിൽ മനസ്സിൽ ഹൃദയത്തിലേക്ക് എങ്ങനെയൊക്കെ എത്തിക്കണം, അത് ധ്യാനത്തോടു കൂടി എങ്ങനെ എത്തിക്കണം, അതിനെങ്ങനെയാണ് ഏകാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത 2 ശ്ലോകങ്ങൾ. അത് കൂടെ ചെല്ലുന്നതാണ്, 12ഉം 13ഉം കൂടെ ചെല്ലേണ്ടതാണ്. ടിപിജി 11ാമത്തെ ശ്ലോകം പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ അറിവ് ആർജിക്കുന്നത് അല്ലെ, എക്സ്പീരിയൻസും നോളജും ഇത് രണ്ടുമാണ് നമ്മളെ ഒരു അവബോധത്തിൽ എത്തിക്കുന്നത്. ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അങ്ങേക്ക് അങ്ങനെയല്ലേ തോന്നുന്നത് അല്ലെ? ഒരു അറിവിന്റെ മാർഗം ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആണ് അല്ലെ? കണ്ടിന്യൂസ് എഡ്യൂക്കേഷനിലാണ് നമ്മളൊരു നോളജിൽ എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അടുത്തത് ഭഗവത്ഗീത 8ാം അധ്യായത്തിലെ അക്ഷരബ്രഹ്മയുഗത്തിലെ 11ഉം 12ഉം 13ഉം ശ്ലോകങ്ങളാണ് ഒന്നിച്ച് ചൊല്ലുന്നത്. സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുദ്ധ്യ ച മൂർധ്യാധായാത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണാം ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാദിത്യജൻ ദേഹം സയാതി പരമാം ഗതിം. സയാതി പരമാം ഗതിം. പരമമായ ഗതിയെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള, ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പരമമായ ഗതിയെ പ്രാപിക്കുന്ന സമയത്ത് മോക്ഷം അത് കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ്. എല്ലാ ഇന്ദ്രിയങ്ങളെയും എങ്ങനെയൊക്കെ, അത് മനസ്സ് ശ്ലോകത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണാം, ഏത് ദ്വാരങ്ങളിലൂടെ എങ്ങനെയൊക്കെ സംയമിച്ച് നമുക്ക് കിട്ടുന്ന മനോ ഹൃദയം, ഏത് സംഭവമായാലും മനസ്സിലായാലും ഹൃദയത്തിനുള്ളായാലും എങ്ങനെയാണോ അതിനെ നമ്മൾ മനസ്സിലാക്കി നിരുദ്ധ ചെയ്തിട്ട് മനസ്സിലാക്കി ആസ്ഥിതോ യോഗധാരണ, ഏത് ആളാണോ ഇതിനെയൊക്കെ സ്ഥിരമായി നിർത്തി പ്രാണനെ മൂർധാവില് വെച്ചിട്ടെന്നാണ് 3ാമത്തെ ലൈനിലതാണ്. എങ്ങനെ ധ്യാനിക്കണം? മൂർധാവില് നമ്മുടെ എല്ലാ കോൺസെൻട്രേഷനും വെച്ചിട്ട് പ്രാണനെ അതിലേക്ക് എടുത്തിട്ട് നമ്മൾ യോഗധാരണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, എന്ന് വെച്ചാൽ ഒരു എൻലൈറ്റൻമെന്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഏത് അക്ഷരമാണോ അത് ബ്രഹ്മം എന്ന് പറയുന്ന, ഓം എന്ന് പറയുന്ന, ഓംകാരം എന്ന് പറയുന്ന ആ ഏകാക്ഷര രൂപത്തെ, ബ്രഹ്മപ്രതീകത്തെ ധ്യാനത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ അതാണ് ഓം എന്ന ശബ്ദം. അത് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാവനയില് ഈശ്വരന്റെ സങ്കല്പം വന്ന് അതുള്ളിൽ നിർത്തി ആ അവസ്ഥയിലേക്ക് നമ്മൾ ശരീരത്യാഗം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് പ്രമോഷൻ കിട്ടിയിട്ട് പരമഗതി പ്രാപിക്കുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ ഒരക്ഷരം കൊണ്ട് അതിൽ പൂർണ്ണമായിട്ടും ബന്ധനം ഉണ്ടായി ബന്ധിച്ച് അതിൽ പൂർണ്ണമായിട്ടും മനസ്സും ഹൃദയവും ഒക്കെ സ്ഥിരമാക്കി നിർത്തി നമ്മുടെ പ്രാണനെ ഒരു ബോധവുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതാണ് മൂർധാവിൽ കയറുക എന്ന് പറഞ്ഞ അർത്ഥം. പ്രാണനെ മൂർധാവിൽ അടക്കി നിർത്തുക എന്ന് പറഞ്ഞ അർത്ഥമാണ്. നമ്മുടെ ശ്വാസത്തിനെ പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷനൊക്കെ ആജ്ഞാചക്രത്തിലാണ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഓരോ വ്യക്തിയും ഈ ഓം എന്ന ചാൻറ്റിങ്ങില് അതാണ് ഏകാക്ഷരമായ ബ്രഹ്മ പ്രതീകം എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ വിശ്വാസം അർപ്പിച്ചിട്ട് അത് ധ്യാനമായിട്ട് എടുത്തിട്ട് ചെയ്യുമ്പോൾ ഏത് സർവേശ്വരന്റെ ഭാവത്തിലായാലും സാരില്ല, ആ സർവേശ്വരന്റെ ഭാവത്തിൽ നമ്മൾ മാറും. ആ മാറുന്ന സമയത്ത് അതാണ് സമാധി എന്ന് പറയുന്ന അവസ്ഥ. കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഏതും അല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുക, അതാണ് ബ്രഹ്മം. ഒന്നും ആഗ്രഹങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്താം, അതാണ് ബ്രഹ്മം. അവിടെ എത്തുമ്പോൾ നമ്മുടെ ശരീരം നമുക്ക് ഇല്ലാണ്ടാവും, സമാധിയിലേക്ക് പ്രാപിക്കും, പരമമായ ഗതിയിലേക്ക് നമ്മൾ പ്രാപിക്കാൻ സാധിക്കുമെന്നാണ്. അതാണ് ഈ 2 ശ്ലോകങ്ങളിലും കൂടി ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലോക പ്രശസ്തനായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് കൂടി ആയിട്ടുള്ള അങ്ങേക്ക് ഒരു പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കും. നമ്മുടെ 10,000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പുള്ള ധർമ്മശാസ്ത്രങ്ങളിലുള്ള ഓം എന്ന് പറയുന്ന ആ പദം തന്നെയാണ് ഇംഗ്ലീഷിലല്ലേ നമ്മൾ ഓംനി പൊട്ടന്റ്, ഓംനി പ്രസന്റ്, അങ്ങനെ ആ ഓം എന്നുള്ള വേർഡ് ചേർക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളിലും മറ്റു വിശ്വാസ പ്രമാണങ്ങളിലും ഇതിന്റെ തന്നെ ഒരു ഡെറിവേറ്റീവ്സ് തന്നെയാണ് ഉള്ളത് അല്ലെ? ആമേൻ എന്നുള്ളതും ആമീൻ എന്നുള്ളതും ഷാലോം എന്ന് പറയുന്നതും, അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ഈ ഓമിന്റെ ഒരുപാട് വിവരണങ്ങളാണ് ഉള്ളത്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? അങ്ങേക്ക് ഒരു പക്ഷെ കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. പ്രപഞ്ചത്തിന്റെ
ശബ്ദം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഏതാണ് പ്രപഞ്ചത്തിന്റെ ശബ്ദം? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കോസ്മോളജിയിൽ എവിടെയൊക്കെ എന്തൊക്കെ വസ്തുക്കൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്? അതിന് ഫ്രിക്ഷൻ ഇല്ല, അതുകൊണ്ട് ശബ്ദമില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്ത് ഫ്രിക്ഷൻ ഇല്ലാത്ത, ശബ്ദമില്ലാത്ത കാര്യങ്ങളായാലും അത് ഏതവസ്ഥയിലാണോ മൂവ് ചെയ്യുന്നത് അതിൽ കേൾക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും ആവണമെന്നില്ല. പക്ഷെ അതിനെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ശബ്ദം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഓം ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെ കുറേ എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്. അപ്പം ഈ പ്രണവ മന്ത്രം, ഓംകാരം എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ പ്രഥമ ശബ്ദം എന്നാണ് പറയാം. എല്ലാത്തിൻ്റെയും ഉറവിടം അവിടെയാണ്. അത് നമ്മൾ സാധാരണ പറയാതുള്ളത് ജാഗ്രത് അവസ്ഥയിലുള്ള സൃഷ്ടിയുടെ ആ എന്ന അക്ഷരവും ഊ എന്ന സ്ഥിതിയുടെ അക്ഷരവും മാ എന്ന ലയത്തിന്റെ അക്ഷരവും ചേർന്നിട്ടുള്ള ആ ഉ മ, ഈ 3 അക്ഷരവും ചേർന്നിട്ടുള്ള സമന്വയമാണ് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ആ ശ്ലോകത്തിൽ ബ്രഹ്മത്തിന്റെ മനസ്സിലാക്കാൻ അത് അത്യാവശ്യമാണെന്ന് പറയുന്നത്. പരമമായ സത്യത്തെ സൂചിപ്പിക്കുന്ന ഏകമായിട്ടുള്ള ഒരു 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 അക്ഷരത്തിൽ അത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഓം ആണെന്നാണ്. പ്രപഞ്ചത്തിന്റെ ശബ്ദരൂപമാണെന്ന് ഉപനിഷത്തുകളിൽ ഓമിനെ കുറിച്ച് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് ബ്രഹ്മത്തിന്റെ പ്രതീകമാണ്. മുണ്ടകോപനിഷത്തിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പരിപൂർണമായ ഓം എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കുന്ന മുണ്ടകോപനിഷത്തിലെ വാക്യങ്ങളൊക്കെ ചെറുത് നോക്കിയാൽ മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തിനെ വൈബ്രേഷൻസ് നന്നാക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയുമായിട്ട് നമ്മൾ ലയം പ്രാപിക്കുമ്പോഴാണ്. അത് ഒരു ആത്മീയമായ ബോധം ഉണരാൻ ഇതിനപ്പുറം ഒരു വലിയ വഴിയില്ല എന്നുള്ളതാണ്. വളരെ സരളമായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ, വളരെ ലളിതമായിട്ടുള്ള കാര്യത്തിലൂടെ വലിയ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ആദി, അന്ത്യോ അവസാനവും അവിടെയാണ്. അതിൻ്റെ ഇടയിലുള്ള ലോകവും ഈ ഓം എന്ന് പറയുന്ന. അപ്പൊ ഇത് മൂന്നും ചേർന്നിട്ടുള്ള ഒരു അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓം എന്നാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഇംഗ്ലീഷിലാണെങ്കിലും സർവ്വവ്യാപി ആയിട്ടുള്ളത് അല്ലെ, എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ആ ഓം എന്നുള്ള പദം തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വിവരണം അത്. അടുത്തത് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗത്തിലെ 14-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. അനന്യചേതാ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. നമ്മുടെ ഓരോ വ്യക്തിക്കും അത്യാവശ്യമായിട്ട് നമ്മൾ കാണേണ്ട, കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട, അറിയേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതില് പാർത്ഥനോടാണ് പറയുന്നത്. അർജുന എന്ന് പറയുന്ന അർജുനോട് മാത്രമല്ല, നമ്മൾ ഓരോരാളോടും. മറ്റൊന്നിലും ചേരാതെ അനന്യചേതാ സതതം. നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ട് 9-ാമത്തെ അധ്യായത്തിൽ. സെന്റർ ഓഫ് ദി ശ്ലോകം കാണും നമ്മൾ, ചാപ്റ്ററിന്റെ സെന്ററിൽ. അനന്യശ്ചിന്തയന്തോ മാമിയചന പര്യുപാസത്തെ എന്നുള്ള പോലെ ഈ ഒരു മനസ്സ് വേറെ എവിടെയും ചലിക്കാതെ, ചെന്നു പറ്റാതെ, ആർക്കാണോ സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഫോക്കസോടുകൂടി ഏതൊരു വ്യക്തിക്കാണോ നമുക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ച് പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ യോജിച്ച് എടുക്കാൻ പറ്റുന്ന സംഭവം സുലഭമായിട്ടുള്ളതാണ്. അത് പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഹാണ്. കൃത്യമായിട്ട് ഒരു യോഗചര്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്ന ഒരു അവസ്ഥ എപ്പോഴാണ് ഉണ്ടാവുക? അത് ആർക്കാ ഉണ്ടാവുക? യോ മാം, നമുക്ക് ഓരോരുത്തർക്കും. മാം എന്ന് പറയുന്ന ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ അർജുനൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ജനറൽ പ്രിസ്ക്രിപ്ഷനാണത്. അത് നിത്യമായിട്ട് വേണം. നിത്യശഹ എന്നാണ്. അനന്യചേതാ സതതം, വേറെ ഒന്നിലും മനസ്സും ചിത്ത് മറ്റൊന്നിലും പോവാതെ, അനന്യചേത, വേറൊരു കാര്യത്തിലും പോവാതെ വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. അപ്പോഴേ ഈ നേരത്തെ പറഞ്ഞ 12-ഉം 13-ഉം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതിന് ഇങ്ങനെയൊക്കെ സാധിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അടുത്ത ശ്ലോകം കണ്ടീഷൻ സപ്ലൈ സ്റ്റാർ കൊടുത്തിട്ട് താഴത്ത് പറയുന്ന പോലെ 14-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. അത് എല്ലാവർക്കും ഒന്നും പറ്റില്ല, പക്ഷെ പൂർണ്ണ കോൺസെൻട്രേഷനോട് കൂടി ചെയ്താൽ യെസ് നിങ്ങൾക്കും പറ്റുമെന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷണലിസ്റ്റ് ആയിട്ടുള്ള അങ്ങേക്ക് ഈ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ എല്ലാം ഫുൾ കോൺസെൻട്രേഷനിൽ മാത്രമേ ജയമുള്ളൂ എന്ന് പറയുന്നത് പോലെ അല്ലെ, നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഉള്ളത്, അതുപോലെ ആയിരിക്കണം ജീവിതത്തില് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അടുത്തത് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗത്തിലെ 15-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. മാമുപേത്യ പുനർജന്മ
ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗതാ. ഈ സത്യദർശികൾക്കും വളരെ വളരെ നിമിഷമായിട്ട് ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ സംഭവിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് നേടാൻ പറ്റുന്നൊക്കെ തോന്നുന്ന കുറെ ആൾക്കാരും, നിത്യദർശികളും അതില് ദുഃഖം നിറഞ്ഞിട്ടുള്ളവരും, വളരെ പെട്ടെന്ന് തന്നെ ഈ കുമിളകൾ പോലെ പോകുന്ന അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ പ്രാപിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് ഈ സുഖ ആലയ ശാശ്വതമായിട്ടുള്ള സംഭവം? എന്താണ് സുഖമായിട്ട് കൃത്യമായിട്ട് ശാശ്വതമായിട്ടുള്ള സുഖം, ദുഃഖമില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പോകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ പരമാത്മാവിനെ പ്രാപിക്കുന്ന ആര് ദുഃഖം നിറഞ്ഞൊരവസ്ഥയിലും പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ജീവിതവും ഒക്കെ ഉള്ള ഒരു വ്യക്തിക്ക് വീണ്ടും ഒരു ജന്മത്തെ പ്രാപിക്കാതെ എങ്ങനെ പോവാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഒരവസ്ഥയിൽ കൂടെ ഓം എന്ന അക്ഷരം, ബ്രഹ്മ അക്ഷരം, അല്ലെങ്കിൽ ക്ഷരമില്ലാത്ത ഏക വിത്ത്, എപ്പോഴും ഒരു ചെടി നശിച്ചു പോവാം, പക്ഷെ ആ ഒരു വിത്ത് ബാക്കി ഉണ്ടായാൽ അതിൽ നിന്ന് പിന്നെയും പുനർജനിക്കുന്നത് പോലെയാണ്. എന്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ ഉള്ളിൽ ഈ വിത്താവുന്ന ഓം ഉണ്ടെങ്കിൽ പിന്നെയും വിദ്യ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മ അക്ഷരം എന്ന പേര് വന്നത്. ബ്രഹ്മ അക്ഷരമാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സത്യദർശികൾക്ക് എത്ര ദുഃഖം നിറഞ്ഞിട്ടുള്ളതായാലും കുറച്ചു കാലം മാത്രമേ ഉള്ളൂ എങ്കിലും അതൊന്നും പ്രശ്നമല്ല. ക്ലീൻ മനസ്സ്, നമ്മുടെ ശങ്കരാചാര്യൻ പറയുന്ന പോലെ മനം ദർപ്പണ സമാനം, മനസ്സ് വളരെ ക്ലീൻ ആയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ഒരു ഓം എന്ന ശബ്ദത്തിന്റെ ഒറ്റൊരു ശബ്ദത്തിന്റെ പവർ കൊണ്ട് മാത്രം സംസിദ്ധിം പരമാം ഗത, പരമമായ ഗതത്തിലേക്ക് പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. അത്രയും പവർഫുൾ ആണ്. അത് പറഞ്ഞു 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 പറഞ്ഞ് മതിയാവാത്തത് കൊണ്ട് പിന്നെയും പിന്നെയും പറയാണ്, അർജുന നീ ഇതൊക്കെ ശ്രദ്ധിച്ചോടുകൂടി. അത്രയും പവർഫുൾ ആണ് ഒരു ചെറിയ ഒരു വിത്തിന് പോലും, ആ ശബ്ദത്തിന് പവർഫുൾ ആണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ അറിവ് കൂടുന്നതും. ആ അറിവ് കൂടുമ്പോഴാണ് ദുഃഖമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. കുറച്ച് സമയമേ ഉള്ളൂ, നീർപ്പോളകൾ പോലെ നമ്മൾ പോകും, കുറേ ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വിഷമിച്ചിരിക്കുന്ന അർജുനൻ നമ്മുടെ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, ആയുസിന്റെ ദീർഘത്തെക്കുറിച്ച് ആലോചിക്കേണ്ട, ഈ വിഷമത്തെക്കുറിച്ച് അന്നും ആലോചിക്കേണ്ട. നമുക്ക് ചെയ്യാനുള്ളത് കാര്യമായിട്ട് വളരെ ഹ്രസ്വമായിട്ടുള്ള ജീവിതമാണെങ്കിലും നമ്മൾ ചെയ്യാനുള്ള കാര്യത്തിലേക്ക് അനന്യശ്ചിന്തയന്തോമം പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നിന്റെ പണി നന്നായിട്ട് ചെയ്താൽ മതി, കുറച്ച് അറിയുള്ളെങ്കിലും കുഴപ്പമില്ല, അതിനെ എക്സ്പാൻഡ് ചെയ്ത് വലുതാക്കാൻ പറ്റുമെന്നാണ് അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത് കൃഷ്ണൻ. ഇവിടെ നമ്മുടെ വർക്കിൽ അല്ലെ, നമ്മുടെ കർമ്മത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്നു. കൂട്ടത്തില് എപ്പോഴും ഈശ്വര സ്മരണയുണ്ടെങ്കിൽ നമ്മളെ ഭഗവാൻ നയിക്കും എന്നാണ് എനിക്ക് അങ്ങയുടെ വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതാണ് ധ്യാനം. നമ്മുടെ ശ്രദ്ധയിലാണ് ധ്യാനം, കർമ്മമാണ് ഭഗവാൻ. തീർച്ചയായിട്ടും. അടുത്തത് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയുഗത്തിലെ 16-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. ആ ബ്രഹ്മഭുവനാ ലോക പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. ഇവിടെ കൃത്യമായിട്ട് ഭഗവാൻ പറയാണ് എന്തൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതൊന്നുമല്ല, ആ ബ്രഹ്മഭുവന അതാണല്ലോ എന്നുള്ളതാണ്. ഈ ബ്രഹ്മലോകം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് ഇത് തന്നെയാണ് എന്നുള്ളതാണ്. ഈ അവസ്ഥയിൽ നമുക്ക് ഈ ലോകത്തെ കാണാൻ പറ്റുമ്പോൾ നമ്മൾ കാണാൻ പറ്റാത്തടത്ത് പോലും നമ്മുടെ ചിന്തകൾ കൊണ്ടും ഒക്കെ നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ മറഞ്ഞുപോയി അല്ലെങ്കിൽ ഇല്ലാതെ പോയി എന്നൊക്കെ നമ്മൾ ധരിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് എന്തോ ഉണ്ടെന്നുള്ളൊരു അറിവ് നമുക്കുണ്ടല്ലോ. ഈ അറിവാണ്, ഇത് ആവർത്തികൾ വന്നുകൊണ്ടേയിരിക്കുന്നു, നമുക്ക് അറിയുന്ന ഒരു അറിവ് തന്നെയാണ് നമ്മുടെ പൂർണ്ണമായ അറിവ്. അല്ലെങ്കിൽ ആ അറിവിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ചിന്തകൾ വളർന്നു എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ ബ്രഹ്മലോകം അങ്ങോട്ടുള്ള ഒരു വരാൻ പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു ലോകം, മറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകം, ഇത് എൻ്റെ ഉള്ളില് കൗന്ദേയാന്ന് കുറച്ചും കൂടി സ്നേഹം കൂടാണ് ഇപ്പം, ഇത് ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥ പോലെയാണ് എൻ്റെ ജന്മവും പുനർജന്മവും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുണ്ടാവും?
ഇതിന്റെ ഒരു പ്രതിബിംബം, ഒരു ഛായ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു നിഴല് കാണുന്നിടത്തും കാണാത്തടത്തും തമ്മിൽ അത്രയൊക്കെ വ്യത്യാസമുള്ളൂ നമ്മൾ അറിയുമ്പോൾ, നമ്മളിപ്പോ ധാരണ പ്രകാശം പോയി ഇരുട്ട് വരുമ്പോൾ പ്രകാശം ഇല്ല എന്നുള്ളൊരു ധാരണയാണ്. പ്രകാശം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ പ്രകാശത്തിന്റെ എന്തോ ഒരു അംശം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പ്രകാശം ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ അറിവിന്റെ അല്ലെങ്കിൽ ആ ബ്രഹ്മവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാവുമല്ലോ. അതാണ് മറഞ്ഞു പോകുന്ന അവസ്ഥ. ആ ബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ തന്നെ അറിവിന്റെ ഒരു വിത്ത് നമ്മളിലുണ്ടെന്ന അർത്ഥം. എന്തോ ഒന്ന് അറിയാനുണ്ട് എന്നുള്ളൊരു അറിവുണ്ടാവുമ്പോ, സൂര്യപ്രകാശം ഇല്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ, വരാനുള്ളൊരു അവസ്ഥ നാളെ ഉണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ, അറിവ് ഇല്ല എന്നൊരാൾക്ക് നാളെ അറിവുണ്ടാവും എന്നുള്ളൊരു അവസ്ഥ അറിയുന്നത് പോലെ ഒരു പ്രത്യാശയുടെ ഒരു നിമിഷം നമ്മളിൽ ഉണ്ടാവുന്നു. അത് ആണ് പുനർജന്മം. അത് ആ പുനർജന്മം നമുക്ക് ഉണ്ടാവുമ്പോൾ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അറിവ് കൂട്ടി ഇപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ചാവാൻ പോണ ആളാണ്, ഇതൊക്കെ എന്തിനാ പഠിക്കണമെന്ന് ആലോചിക്കണ്ട. ഈ പഠിച്ചതിന്റെ ബാക്കി അടുത്ത ജന്മത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഹേ കൗന്ദേയ, എന്റെ മോനെ, നീ ഇപ്പൊ ഇതുകൊണ്ട് എന്താ ജനനവും മരണവും പിന്നെയും വന്നുകൊണ്ടേ ഇരിക്കും. പക്ഷേ അതിന്റെ ഉള്ളിലൊക്കെ മരിക്കാതെ പോയിട്ടുള്ള ഒരു അറിവുണ്ട്. അതാണ് അക്ഷരപരമയോ, അതാണ് അക്ഷരം. നമ്മുടെ ശരീരം പോവും, നമ്മുടെ ആത്മാവ് ഓരോ ജന്മം എടുത്ത് അടുത്ത ജന്മത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ റിയലൈസേഷന്റെ, ഈ പരമാത്മാവിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കുതിച്ചു ചാട്ടത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാണ്. അതുകൊണ്ട് ഇപ്പോ നമുക്ക് അതിനുള്ളൊരു അംശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത അംശം വരാൻ പോകുന്ന ഒരു ഭാഗത്തെ കൂടിയുള്ള ചിന്ത കൂടി ഉണ്ടെങ്കിൽ, ആ അറിവ് നമ്മളിൽ ഉണ്ടെങ്കിൽ അത് കൂട്ടി 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 ചേർത്തിട്ട് നമ്മളെ വലിയ അവരാക്കിയിട്ട് അടുത്ത ജന്മത്തിലേക്ക് മാറാൻ സാധിക്കും. അപ്പൊ ജനനവും മരണവും സംഭവിച്ചു എന്ന് ആവർത്തിച്ച് നമ്മൾ പറയുമ്പോഴും മരിക്കാതെ കിടക്കുന്ന, സ്ഥിരമായിട്ട് ആഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അറിവ് നമ്മളിലൊക്കെ ഉള്ളിന്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. വലിയൊരു ഫിലോസഫിയാണത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ചേതന, ചിത്ത് എന്നൊക്കെ പറയുന്നതിന് പുനർജന്മം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ നമ്മുടെ ശരീരത്തിന്റെ പുനർജന്മം അല്ല ഉദ്ദേശിക്കുന്നത്, ഈ ഒരു അറിവിന്റെ പുനർജന്മം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളത് അറിയാം. ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അങ്ങായതുകൊണ്ട് തന്നെ നോളജ് നെവർ എൻഡ്സ് അല്ലെ. നമ്മള് അറിവ് ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മളൊരു PhD വരെ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ഒന്നും അറിയില്ല എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് പഠിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു ബോധം വരുന്നത് പോലെ നമ്മൾ വീണ്ടും വീണ്ടും ഭഗവാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ വീണ്ടും കർമ്മങ്ങളിലൂടെ പഠിച്ചു പോകണം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശാസ്ത്രബോധമുള്ള ഒരു വിവരണം. അടുത്തത് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷര ബ്രഹ്മയുഗത്തിലെ 17-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. സഹസ്രയുഗ പര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദു രാത്രിം യുഗ സഹസ്രാന്താം ദേഹോരാത്ര വിദോജന. അറിവിന്റെ അംശങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുണ്ട്. ആ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെക്കാളും മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒന്ന് തീർന്നിട്ട് പറഞ്ഞല്ലോ, ഒരു പകല് കഴിഞ്ഞ് ഒരു കാലം കഴിഞ്ഞു, ഒരു യുഗം കഴിഞ്ഞു ഇല്ല, 1000 മഹായുഗങ്ങൾ ചേർന്ന് വരുന്ന ബ്രഹ്മാവിന്റെ ഒരു രാത്രി. നമ്മൾ പറയാറുണ്ട് കലിയുഗം, അതിനു മുമ്പുണ്ടായിരുന്ന ദ്വാപരയുഗം, അതിനു മുമ്പുണ്ടായിരുന്ന ത്രേതായുഗം, അതിനു മുമ്പുണ്ടായിരുന്ന സത്യയുഗം, ഇതെല്ലാം ചേരുമ്പോൾ 1, 2, 3, 4 ഈ കാലഘട്ടങ്ങളെ 1 + 2 + 3 + 4 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കലിയുഗത്തിന്റെ 10 മടങ്ങാണ് ഒരു മഹായുഗം. അങ്ങനെ 1000 മഹായുഗങ്ങളാണ്. സഹസ്ര യുഗ പര്യന്തം, കുറേ യുഗങ്ങൾ ചേർന്ന് അതിന്റെ അവസാനത്തുമ്പോഴത്തേക്കും ഏത് ആളാണോ ഒരു എല്ലാ അറിവും ചേർന്നിട്ടുള്ള ബ്രഹ്മാവിന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ബ്രഹ്മാവിന്റെ ഒരു രാത്രി 1000 മഹായുഗങ്ങൾ ചേർന്നിട്ടുള്ള ഒന്നാണെന്ന് നമ്മൾ അറിയുമ്പോൾ കാലത്തിന്റെ തത്വം നമ്മൾ അപ്പോഴാണ് അറിയാം. നമ്മൾ ഈ ഒരു രാത്രി, ഒരു പകൽ എന്നൊക്കെ പറഞ്ഞ്, ഒരു ജന്മം, ഒരു മരണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇപ്പൊ സംസാരിക്കുന്ന ഈ ശരീരത്തിന്റെയോ മനുഷ്യ ആയുസിനെ കുറിച്ചോ അല്ല, ബ്രഹ്മം എന്ന് പറയുന്ന, ഓം എന്ന് പറയുന്ന ആ അറിവിന്റെ ആയുസിനെ കുറിച്ചാണ്. നേരത്തെ പറഞ്ഞു, ശരീരം പോവും, ഒരാൾ മരിച്ചു പോവും, പിന്നെ പുനർജന്മം ഉണ്ടാവും. പക്ഷെ അതിനകത്തൊക്കെ ഒരു
വിത്തുണ്ട്. ആ വിത്ത് എന്ന് പറയുന്നത് നമ്മുടെ അറിവാണ്. ആ അറിവിന്റെ ആയുസ് എത്രയാണെന്ന് ആലോചിക്കണ്ടേ? അത് ബ്രഹ്മാവിന്റെ ആയുസ്സാണ്. അതപ്പോ എത്രയോ? കുറേ മഹായുഗങ്ങൾ, 1000 മഹായുഗങ്ങൾ ചേരുമ്പോഴാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു മഹായുഗമാണ്. അങ്ങനെ 365 ദിവസം കഴിയുമ്പോഴാണ് ബ്രഹ്മാവിന്റെ ഒരു വർഷമാവുക. അങ്ങനെ ബ്രഹ്മാവിന്റെ 120 വർഷം കൂടുന്ന ഒരു ആയുസ് കൂടുമ്പോഴാണ് നമുക്ക് ഒരു മന്വന്തരം പറയുന്നത്. ഈ കാലഘട്ടങ്ങളൊക്കെ നിൽക്കുന്ന ഒരേ അറിവ്, ആ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ജന്മം മുതൽ ഇരുന്നത് വരെ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന്റെ അളവുകോലിലല്ല, ഈ ജീവന്റെ അളവുകോലിലല്ല, ബ്രഹ്മാവിന്റെ അളവുകോല് വെച്ചിട്ട് വേണം നമ്മൾ കാണാൻ. അതുകൊണ്ട് ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് പറയുന്ന ഈ മഹായുഗങ്ങൾ ചേർന്നിട്ടുള്ള ആ രാത്രിയും ഒരു പകലും മാറുന്നത് പോലെ ഈ മഹായുഗങ്ങളൊക്കെ ചേർന്ന് അറിയുമ്പോഴുണ്ടാവുന്ന കാലതത്വത്തെ നമ്മൾ അറിയുമ്പോഴാണ് ഓ, ഈ അറിവ് കുറെ കാലം നിൽക്കുമല്ലോ എന്ന് നമുക്കൊരു ബോധം ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ ക്ഷരമില്ലാത്തത് എന്ന് പറയുന്നത്. നമ്മുടെ സ്കെയില് ഡിഫറെന്റ് ആണ്. ഓരോ കാര്യങ്ങൾ അളക്കുമ്പോഴുള്ള സ്കെയില് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇവിടെ സ്കെയിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കിച്ച് തരികയാണ് നമുക്ക്. ഇത് പറയുമ്പോൾ നമ്മുടെ ജ്യോതിഷ പ്രമാണങ്ങളിലെല്ലാം പറയാറുണ്ടല്ലോ, ഒരേ സമയം നമ്മൾ പല ലോകങ്ങളിൽ ജീവിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അത് ഇൻ ടേംസ് ഓഫ് സ്പേസ്, അങ്ങൊരു സ്പേസ് സയന്റിസ്റ്റ് കൂടിയാണ്. അതുകൂടി ഒന്ന് വിവരിക്കാമോ? ഫിസിക്സിൽ 2 ബേസിക് പാരാമീറ്റേഴ്സേ ഉള്ളൂ. ഒന്ന് സ്പേസും ടൈമും. അപ്പൊ ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ആദ്യത്തെ നാമം ചൊല്ലുമ്പോൾ തന്നെ ബ്രഹ്മാണ്ടാനാം മധ്യേ എന്ന് തുടങ്ങി അവസാനം എൻ്റെ പോസ്റ്റൽ അഡ്രസ്സും കൂടി പറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, ഫ്ലാറ്റ് നമ്പറും വീട്ടു നമ്പറൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ സ്പേസ് കണക്റ്റഡ് ആണ്. അപ്പൊ ആ സ്പേസിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ധാരണ ഞാനിവിടെ ഇരിക്കുന്നത് ഒരു പെർമനന്റ് ആണെന്നുള്ള ധാരണയിലാണ്. അപ്പോഴാണ് നമ്മളോട് കാലത്തിന്റെ ഒരു തത്വം പറയുന്നത്. സപ്തപഥ മന്വന്തരേ കലികാലേ പ്രഥമപാതേ, എത്രയോ മന്വന്തരോ താനിവിടെ ഉള്ളത് 198 കോടി വർഷങ്ങളായിട്ടിരിക്കുന്ന ഈ ഒരു മണ്ണിന്റെ തരിയിലാണ് നമ്മുടെ കാല് വെച്ച് നടക്കുന്നത്. അപ്പൊ ഈ വെച്ചിരിക്കുന്നിടത്ത് എത്രയോ മനുഷ്യന്മാരുണ്ടായിരുന്നു, എത്രയോ മൃഗങ്ങൾ ഉണ്ടായിരുന്നു, എത്രയോ ജീവികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ നമ്മൾ ഒന്നുമല്ലാത്തൊരു വ്യക്തിയാണ് എന്ന അറിവാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. പക്ഷെ അതിലൊക്കെ ഈ ഇരിക്കുന്നിടത്ത് നമ്മളിപ്പോ സാധാരണ പറയല്ലോ, എൻ്റെ അച്ഛൻ ഇന്ന ആളാണ്, എൻ്റെ അമ്മ ഇന്ന ആളാണ്, ഞാൻ ഇന്ന് സ്കൂളിൽ പഠിച്ചാണ്, ഇന്ന ക്ലാസ്സിൽ പഠിച്ചാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ ഈ നിന്ന സ്ഥലത്ത് എത്രയൊക്കെയോ അറിവുള്ള ആൾക്കാർ നിന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു അറിവിന്റെ ബോധം ഉണ്ടല്ലോ. ആ ബോധമാണ് നമ്മുടെ ബോധം. ഇപ്പൊ ഞാൻ ആരാണ് പിന്നെ വ്യാസൻ എന്നൊക്കെ വെച്ചപ്പോ എന്റെ മുത്തശ്ശന്റെ 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 മുത്തശ്ശൻ, നമ്മൾ അവരുടെ ആ ഒരു 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 പിന്നെ ഒരു താഴ്വഴിയിൽപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പൊ നമുക്ക് ക്രെഡിറ്റ് പറയാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്റേതാണ്, ഞാൻ ഒറ്റക്കാണെന്നൊക്കെ തോന്നുമ്പോഴാണ് നമുക്ക് കണ്ടിന്യൂറ്റി ഇല്ലാണ്ടിരിക്കുക. അതുപോലെ അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നതും ഇത് തന്നെയാണ്. ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ പിതാമഹന്മാർ എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ പകുതിയും ഞാൻ ആഡ് ചെയ്യേണ്ട എൻ്റെ പകുതിയും ചേർത്തിട്ടാണ് നമ്മുടെ അടുത്ത ജനറേഷൻസിലേക്ക് കൊടുക്കുന്നത്. ഈ അറിവ് നമുക്ക് ഉണ്ടാവുമ്പോഴാണ്. ഇപ്പൊ ഞാൻ പലപ്പോഴും പലതും പറയും ഇതൊന്നും എൻ്റെ അറിവല്ല, എൻ്റെ ഗുരു എപ്പോഴോ പറഞ്ഞു തന്നിട്ടുള്ളത് ഇങ്ങനെ കേട്ടത് അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇത് എൻ്റെതാണെന്നുള്ളൊരു ബോധം വരുമ്പോഴാണ്. അപ്പൊ ഇത് ഞാൻ നിൽക്കുന്ന സ്ഥലം എൻ്റെതാണെന്നുള്ളൊരു ബോധം വരുമ്പോഴാണ് നമുക്ക് അറിവിന് ലിമിറ്റ് ഉള്ളൂ. ഞാൻ എന്ന് പറയുന്നത്, ഞാൻ ലിമിറ്റ് ചെയ്യുന്നത് എൻ്റെ ജന്മവും എൻ്റെ മരണവുമാണ്. ഞാൻ ലിമിറ്റ് ചെയ്യുന്നത് എൻ്റെ ലോകം എന്ന് പറയുന്നത്. ചെറിയ കുട്ടിയെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ലോകം എന്ന് പറയുന്നത് ആ കിടക്കുന്ന ബെഡ് മാത്രമാണ്. കുറച്ച് കഴിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ ആ കുട്ടിയുടെ ലോകം എന്ന് പറയുന്നത് വീട് മാത്രമാവും. അത് കഴിഞ്ഞ് കുട്ടി ക്ലാസ്സിൽ പോകാൻ തുടങ്ങുമ്പോൾ ആ കുട്ടിയുടെ ലോകം സ്കൂളും വീടും മാത്രമായിട്ട് മാറും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകം എന്ന് പറയുന്ന സമയത്ത് കംപ്ലീറ്റ് ലോകവും മാപ്പും ഒരു ഫിസിക്സ് ഒക്കെ പഠിച്ചു തരുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് കോസ്മോളജിയും മിൽക്കി വേ ഗാലക്സി ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അങ്ങനെ കയറി വരുമ്പോഴാണ് നമ്മുടെ ലോകം എക്സ്പാൻഡ് ചെയ്യുന്നത്. നേരത്തെ ടൈം എക്സ്പാൻഡ് ചെയ്തു, ലോകവും എക്സ്പാൻഡ് ചെയ്തു. ഇപ്പൊ ടൈമും സ്പേസും എക്സ്പാൻഡ് ചെയ്താല് അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചിന്തകള് അങ്ങനെ ഞാൻ ഇവിടെ ഒന്നും അല്ല എന്നറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സിംപ്ലിസിറ്റി ഉണ്ടല്ലോ. ആ അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ അറിവ്. ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് ധരിക്കുന്നത് എപ്പോഴാ? ഈ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ നോളജും വിസ്ഡവും വെച്ചിട്ടൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു കോൺസ്റ്റന്റ് സിംഗിൾ ലൈൻ അല്ലാതെ അതിങ്ങനെ കൂടി 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 പോകണം. പലർക്കും പറ്റുന്നത് നോളജ് കൂടുമ്പോഴത്തേക്കും വിസ്ഡം കുറയും.
ഈഗോ കൂടും. അപ്പോൾ നോളജ് കൂടും, പക്ഷെ വിസ്ഡം എന്ന് പറയുന്നത് താഴത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ ഈ ഒരു അറിവ് നമ്മളിൽ ഉണ്ടാവണം, ഇതൊന്നും എൻ്റെതല്ല. അതാണ് നമ്മുടെ ഓരോ ഓരോ യാഗങ്ങളിലും മന്ത്രങ്ങളിലും ഒക്കെ പറയുന്നത്. അഗ്നിഹോത്രിയായിട്ടുള്ള ഞാൻ എപ്പോഴും പറയേണ്ടത് ഇതം നമമ, ഇത് അങ്ങയുടേതാവുന്നു, ഇത് എൻ്റേതാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാകുമ്പോഴല്ലേ ഈ പ്രശ്നം വരുന്നത്. ഇത് എൻ്റെതല്ല, ഇത് എൻ്റെ ഭൂമിയാണ്. ഇത് എൻ്റെ ഭൂമിയല്ല. ഈ കഴിക്കുന്ന ഭക്ഷണം എൻ്റെതാണ്, എൻ്റെതല്ല. ഇതം നമമ, ഇത് ആരുടെയാ? ആരോ തന്നിട്ടുള്ളതാണ്. അഗ്നായേ സ്വാഹ അഗ്നായേ ഇതം നമമ, പ്രജാപതയേ സ്വാഹ പ്രജാപതയേ ഇതം നമമ. ഇത് ആരൊക്കെയോ തരുന്നതാണ് നമ്മൾ കഴിക്കുന്നതും, നമ്മൾ ഡ്രസ്സുകളായാലും ഓരോ സ്ഥലത്തും നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് എപ്പോഴാണ് നമുക്ക് ഉണ്ടാവുക? എൻ്റെ എന്ന് പറയുന്ന ആ സെൽഫിഷ്നെസ്സിൽ നിന്ന് സെൽഫ്ലെസ്നെസ്സിലേക്ക് നമ്മൾ പോകുമ്പോഴാണ്. അത് പോകണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം? ടൈമിലും സ്പേസിലും എക്സ്പാൻഡ് ചെയ്യണം. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്സും. അതുകൊണ്ടാണ് ഇതിനെ നാച്ചുറൽ ആയിട്ടുള്ള അറിവ് കിട്ടുന്നതിനാണ് നാച്ചുറൽ ഫിസിക്സ് എന്ന് പറയാം. അതാണ് ഫിസിക്സ്, അതറിഞ്ഞാൽ മതി. എല്ലാ സയൻസും ഒടുവിൽ ചെന്നെത്തുന്നത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞെടുത്ത് തന്നെയാണ് അല്ലേ? പിന്നെ ഇവിടെ മറ്റൊന്ന്, നമ്മൾ എപ്പോഴും ആ ഓർമ്മ നിലനിർത്തണം എന്നുള്ളതാണ് അല്ലെ? ഈ ഒരു ബോധത്തെക്കുറിച്ചിട്ടുള്ള, ഈ ഒരു സത്യത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മ നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളൊരു റിമൈൻഡർ കൂടിയിട്ടാണ് അങ്ങ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടല്ലേ രാവിലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും. താനൊന്നും അല്ലടോ എന്ന് നമ്മളോട് തന്നെ പറയിപ്പിക്കുക. അത് കാശ് കൊടുത്തിട്ട് പറയിപ്പിക്കുകയാണ്. കറക്റ്റ്, വളരെ ശരിയാണ്. നമ്മുടെ നമ്മുടെ ധർമ്മത്തിനുള്ള ഒരു പ്രത്യേകത അതാണ് അല്ലെ ടിപ്പിജി? നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എത്ര നേരത്തെ പൂജകളാണല്ലേ ക്ഷേത്രങ്ങളില്, എപ്പോഴും അതിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തര സ്മരണയുണ്ട്. അത് വളരെ മനോഹരമായിട്ട് അങ്ങ് അവതരിപ്പിച്ചു. അടുത്തത് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയുഗത്തിലെ 18-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. അവ്യക്താദ്വ്യക്തയ സർവാ പ്രഭവന്ത്യഹരാഗമേ രാത്ര്യാഗമേ പ്രലീയന്തേ തത്രൈവാവ്യക്ത സഞ്ജഗേ. എന്ത് നല്ലൊരു ശ്ലോകാന്ന് ആലോചിച്ചോക്കിയത്. നമ്മുടെ നമ്മുടെ പകലും നമ്മുടെ രാത്രിയും ഒക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാവുന്ന പകലും നാളെ വരാൻ പോകുന്നു എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇന്ന് മറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ ഉണ്ട് ലൈറ്റ്, പക്ഷെ ഇപ്പൊ നമ്മൾ കാണാത്തതാണെന്നൊക്കെ നമ്മുടെ ഒരു ബോധം നമ്മളുണ്ട്. വ്യക്തമായ കാര്യങ്ങൾ, അവ്യക്താത് വ്യക്തം എന്നാണ്. ഈ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒക്കെ നമ്മുടെ അറിവ് 24 മണിക്കൂറിൽ 12 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പോലെ വലിയ ബ്രഹ്മാവിന്റെ ലോകത്തെക്കുറിച്ചും നമ്മൾ അറിയുമ്പോൾ നമ്മൾ എത്ര വളർന്നിരിക്കുന്നു ആലോചിച്ച് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ 12 മണിക്കൂറിന്റെ അറിവേ നമുക്കുള്ളൂ, അല്ലെങ്കിൽ 24 മണിക്കൂറിന്റെ അറിവേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ അറിവ് എപ്പോഴാണ്? ഈ അറിവ് വരുമ്പോ, അക്ഷര ബ്രഹ്മജ്ഞാനം നമ്മളിൽ എത്തുമ്പോ നമ്മൾ അറിയുന്നത് ഈ ചെറിയ 12 മണിക്കൂർ 24 മണിക്കൂർ, ഈ ഒരു 60 വർഷം 66 വർഷം അല്ലെങ്കിൽ 120 വർഷം പുരുഷായുസ്, അതൊന്നുമല്ല. ബ്രഹ്മാവിന്റെ പകൽ ആരംഭിക്കുന്നത് മുതൽ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ മൂവ്മെന്റുകളും നമ്മൾ മനസ്സിലാക്കി, ബ്രഹ്മാവിന്റെ രാത്രി ആരംഭിക്കുന്ന ആ 12 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത 12 മണിക്കൂർ ബ്രഹ്മാവിന്റെ എന്ന് വെച്ചാൽ മഹായുഗങ്ങളൊക്കെ തീരുന്നത് പോലെ ഈ തൽക്കാലം ഒരു ഷാഡോയിൽ അങ്ങോട്ട് പോവുകയാണ്. രാത്രിയാഗമേ എന്നാണ്, രാത്രി വരുന്ന സമയത്ത് എന്നാണ്. പക്ഷെ ഒന്നും പോകുന്നില്ല, എന്തോ വരുന്നേ ഉള്ളൂ, അതിനൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഈ പ്രലീയന്തേ, ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ മനസ്സിലാക്കലാണ് നമ്മുടെ സപ്ന, നമ്മുടെ അറിവ്, ആ പ്രഭാവം നമ്മളിൽ ഉണ്ടാവണം. അത് രാത്രി വരും, പകല് വരും. പ്രഭവന്ത്യ ഹരാഗമേ എന്നാണ്. അത് ഹരിച്ചിങ്ങനെ കൊണ്ടുപോകും, പക്ഷെ അത് വരും, പിന്നെയും വരും. അവ്യക്താത് വ്യക്തയ, അവ്യക്തമായിട്ടുള്ള വ്യക്തമായത് വരുന്നത് പോലെ, പകലിൽ നിന്ന് രാത്രിയിൽ നിന്ന് പകല് വരുന്നത് പോലെ, പകല് മറിഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ ചെറുങ്ങനെ മൂടി വെച്ചിട്ട് നമ്മൾ പകലിനെ കാത്തിരിക്കുന്നത് പോലെ, ഒരാൾ കിടന്നുറങ്ങുമ്പോൾ പുതക്കുന്നത് പോലെയാണ്. നമ്മൾ തൽക്കാലം പുതപ്പിനുള്ളിൽ കൂടുന്നേ ഉള്ളൂ, രാവിലെ എന്തായാലും പുതപ്പ് മാറ്റി പുറത്തു വരും. അതുപോലെ സൂര്യൻ ഒന്ന് പുതച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നാളെ വരും നമുക്കറിയാം. അപ്പൊ അതിനുള്ള പുറത്തുള്ള ലോകത്തെ നമുക്ക് കാണാനുള്ള ഒരു അറിവ്, ആ അറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളത്. ഇവിടെ നമ്മള് സെൻസ് ഓഫ് ടൈം അല്ലെ, കാലത്തെ കുറിച്ചിട്ടുള്ള ഒരു ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു തത്വങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് മനോഹരമായിട്ടുള്ള വിവരണം. അടുത്തത് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയുഗത്തിലെ
19ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. ഭൂതഗ്രാമസയേവായം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ രാത്ര്യാഗമേ വശപാർത്ഥ പ്രഭവത്യഹരാഗമേ. ഹേ പാർത്ഥ, അറിയേണ്ടത് എന്താണ്? ഈ സമൂഹം എന്ന് പറയുന്നത്, ഈ ലോകം എന്ന് പറയുന്നത്, ഓരോ ഭൂതങ്ങളും, ഓരോ ചെറിയ ചെറിയ ജീവജാലങ്ങളും ഈ ഭൂതസമൂഹം എന്ന് പറയുന്നത് ഉണ്ടായി അത് പ്രകൃതിയിൽ രാത്രി ആരംഭിക്കുന്നത് പോലെ ലയിക്കുകയും പിറ്റേ ദിവസം രാവിലെ ദിവസം ആരംഭിക്കുമ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത് പോലെ കാലം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗ്രാമം പോലെയാണ്. ഏത് ഗ്രാമം, ഓരോ ജീവികൾക്കും അതിൻ്റെതായ ലോകം. ആ കുറേ ലോകങ്ങൾ അവര് വിചാരിക്കുന്ന ലോകത്തില് ഇതാണ് എൻ്റെ ജന്മം, ഇതാണ് എൻ്റെ അവസാനം. അതിൽ കുറച്ചും കൂടി വലിയൊരു ലോകം നമ്മൾ പോകുമ്പോൾ ഇതാണ് എൻ്റെ ലോകം, ഇതാണ് എൻ്റെ അവസാനം നമ്മൾ കാണും. അങ്ങനെ പ്രഭവ നമ്മളിങ്ങനെ ഉത്ഭവിച്ചു വന്നു പോയി, പ്രഭവം തുടക്കം, എന്നിട്ട് എന്ത് ചെയ്യും? അത് അവസാനം ഹരാഗമേ, അതില്ലാതാവുകയും ചെയ്യും. തുടക്കവും ഒടുക്കവും അതിങ്ങനെ വന്നുകൊണ്ട് മായ പോലെ, സൈക്കിൾ പോലെ, സർക്കിൾ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതപ്പൊന്ന് മൂടി പുറത്തു വരും. പിന്നെ വൈകുന്നേരം ആദ്യം പുതക്കണം എന്ന് അറിഞ്ഞുകൊണ്ടാണ് പിന്നെ ഉണരുന്നത്. അപ്പൊ ഇങ്ങനെ വീണ്ടും 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 പോകുന്ന ഒരു കാലചക്രത്തിന്റെ ഇടയിലാണ് നമ്മുടെ ഈ ലോകം. അതിനിടയിൽ ഇതിനൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ശ്ലോകത്തിന്റെ അർത്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ ഏത് ചാപ്റ്ററിലാണ് വായിക്കുന്നത് ഓർത്താൽ മതി. ശ്ലോകം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ വീട്ടിനകത്ത് കയറിയിട്ട് ഉള്ളിൽ ഓരോ മുറികളും കാണുമ്പോൾ ഏത് വീട്ടിലാണെന്ന് മറന്നു പോകരുത്. അതുപോലെ ഏത് ചാപ്റ്ററിലാണെന്ന് മറന്നു പോകരുത്. അക്ഷര ബ്രഹ്മയോഗത്തിലാണ്. ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ട്, ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ മരണം എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു അറിവും ഉണ്ടാവില്ല. കാരണം മരിച്ച പിന്നെയും ജനിക്കും നമ്മൾ അറിയും. ആ അറിവ് നമ്മൾ ഉണ്ടാവും. അങ്ങനെ മനസ്സിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന, വാസനകൾക്കും സംസ്കാരങ്ങൾക്കൊക്കെ ഒരു ശക്തി പകരുന്ന ഒരറിവാണ് ഈ അറിവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? പരമഗതി ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ വെറും പുകയിലും രാത്രിയിലും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറും. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കർമ്മത്തിന്റെ ലോകത്തേക്ക് മാറിയിട്ട് തൽക്കാലം ഒന്ന് കണ്ണടച്ചു. നമ്മൾ കണ്ണടക്കുമ്പോൾ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ് അടക്കണമെന്ന് മനസ്സിലാക്കിയാൽ മതി. സ്ഥിരമായിട്ട് അടഞ്ഞു പോകുന്നില്ലല്ലോ. ആ ചിന്ത നമ്മളിൽ ഉണ്ടാവണം എന്നാണ്. അങ്ങനെയുള്ളവരാണ് ഉപാസകന്മാര്. അങ്ങനെയുള്ള ഉപാസകന്മാർക്ക് ഉണ്ടാവുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ, ആ സംസ്കാരമാണ് നമ്മളെ പൂർണ്ണമാക്കി മാറ്റുന്നത്. അപ്പൊ മരണ സമയത്ത് ഒരു ഉപാസന എന്നുള്ള അവസ്ഥയിലല്ല. ഈ ജന്മമായാലും മരണമായാലും ഏത് ബ്രഹ്മലോകത്തിൽ നിന്ന് ജ്ഞാനത്തിന്റെ ലോകത്തിലേക്ക് മാറി ആ ജ്ഞാനലോകത്തിൽ നിന്ന് മോക്ഷത്തിന്റെ ലോകത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനം നേടണം, പഠിക്കണം. അതാണ് ഉപാസനയ്ക്ക് നമുക്കുള്ള ഏറ്റവും നല്ല വഴി. ആ ഉപാസന മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അത് സ്ഥിരമായിട്ട് അടച്ച് പുതപ്പിനകത്ത് കിടക്കുന്നത് പോലെയാണ്. അറിവ് എന്ന് പറയുന്ന ഒരു ഉണർവ് നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ, അറിവ് എന്ന് പറയുന്ന ഉണർവ് എന്ന് പറയുന്ന അറിവ്, അത് നേടണമെങ്കിൽ ഭഗവാൻ പറയുന്നത് ഭൂതസമൂഹം വീണ്ടും വീണ്ടും ഉണ്ടായി പ്രകൃതിക്ക് വശപ്പെട്ട് രാത്രി ആരംഭിക്കുന്നതോടുകൂടി ലയിക്കുകയും ദിവസാരംഭത്തിൽ വീണ്ടും ഉണ്ടാകുകയും ചെയ്യുന്നത് പോലെ പ്രപഞ്ച സൃഷ്ടികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ കാലത്തിനെ കുറിച്ചിട്ടുള്ള ബോധം നമ്മളിൽ ഉണ്ടാകണമെന്നാണ് അങ്ങ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇന്ന് നമുക്ക് ഭഗവത്ഗീത അക്ഷരബ്രഹ്മയോഗം 8ാം അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം കൊണ്ട് ഇന്നത്തെ പഠനം നമുക്കിവിടെ നിർത്താം. ഒരുപാട് നന്ദി ടിപേശ്ജി.